ഹലോ ഫ്രണ്ട്സ്, എന്താണെന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ഈവനിങ് സ്നാക്ക്? നിങ്ങൾക്ക് ഓട്സ് ഇഷ്ടമാണോ? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കേട്ടോ ഈ ഓട്സ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് അടിപൊളിയാണ്. ഇവിടെ അമ്മയ്ക്ക് മാത്രമാണ് ആ ഓട്സ് ഇഷ്ടം കേട്ടോ. ഞാനത് കഞ്ഞി പോലെ കുറുക്കി ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കല്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ഓട്സ് ഉണ്ടാക്കി നോക്കൂ, അടിപൊളി ടേസ്റ്റും എല്ലാവരും കഴിക്കുകയും ചെയ്യും. ആദ്യം 2 ഗ്ലാസ് ഓട്സ് ഡ്രൈ ഫ്രൈ ചെയ്യണം. ഒരു 5 മിനിറ്റോളം നമുക്കത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. അതിന് വറുത്തെടുത്തതിന് ശേഷം അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ കടുക്, 1 സ്പൂൺ കടലപ്പരിപ്പ്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ വെറും ഉഴുന്നുപരിപ്പ് ഇട്ടാലും മതി. അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഒരു സവാളയും 4 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് അത് ഇതിലിടാം. അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം വറുത്ത് വെച്ച കടല എൻ്റെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊരു കപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വറുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ടാൽ മതി. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴറ്റി കിട്ടാനും എളുപ്പമാവും. പിന്നെ ഈ കടലയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 7-8 ബീൻസ് ചെറുതായി അരിഞ്ഞതും ഒരു വലിയ ക്യാരറ്റ് ചെറുതായി നുറുക്കിയതും നല്ല പോലെ വഴറ്റണം. എന്നിട്ട് നമുക്ക് വഴറ്റിയതിന് ശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ടാലും മതി. ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത്. അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാനൊരു 5 മിനിറ്റോളം ഇത് അടച്ച് വയ്ക്കുന്നുണ്ട്. ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വേവാൻ, വല്ലാണ്ട് വേവണമെന്നില്ല, ഒരു ക്രഞ്ചിനെസ് വേണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ലെവലായി കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അതിന് ശേഷം അടച്ച് വെച്ച് തുറക്കുമ്പോഴേക്കും പച്ചക്കറികളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ഓട്സ് ഈ സമയത്ത് ചേർക്കാം. അതൊന്ന് നല്ലപോലെ ഈ പച്ചക്കറികളെല്ലാം ഒന്ന് മിക്സ് ആക്കുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് നല്ലപോലെ യോജിപ്പിക്കണം. അതിന് ശേഷം ചെറിയൊരു കപ്പിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ മല്ലിയുടെ ഇല ഇട്ട് വെച്ചാൽ കപ്പ് കാണാമല്ലോ, അതിനൊരു 3/4 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനിത് കാണിക്കാൻ വിട്ടുപോയി. അതിങ്ങനെ കുറേശ്ശായിട്ട് നമുക്ക് തെളിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഈ പച്ചക്കറിയിലൊന്ന് വഴറ്റണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ആക്കാം. അതിന് ശേഷം ഈ ഓട്സിന് വേണ്ട ഉപ്പ് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. ഈ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി ഈ ഓട്സിൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന മാതിരി നമുക്ക് ഇളക്കി വെക്കണം. അതിനുശേഷം ഈ വെള്ളം ഞാൻ കുറേശ്ശായിട്ട് തെളിച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊരു 3/4 ഭാഗം വെള്ളം, വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഓട്സ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് ആ ഒരു ഇത് പോവും. അത് കാരണം കുറേശ്ശായിട്ട് നിങ്ങൾ തെളിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നിങ്ങൾക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം, ഒരു നാരങ്ങയുടെ നീര്. ആക്ച്വലി ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ ഞാൻ വെറുതെ തന്നെ ആക്ഷൻ കാണിച്ചാണ്, സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് ഗാർണിഷ് ചെയ്യാം. നല്ലപോലെ ഇളക്കാം. നമ്മുടെ ഓട്സ് ഉപ്മാ റെഡി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അടിപൊളി ടേസ്റ്റ്. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തില്ല കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും കഴിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് ഇതുവരെ കഴിക്കാത്ത എല്ലാവരും കഴിച്ചു കൂട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, അടിപൊളിയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി മല്ലിയുടെ ഇല ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഇനി ആരും ഓട്സ് ഇഷ്ടമല്ല എന്ന് പറയില്ല ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.